നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധ്യതകളെ തിരിച്ചറിയുന്നതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമെന്ന് നാം ഓർത്തിരിക്കണം. നമ്മുടെ മുൻപിലുള്ള സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ഒരിക്കൽ പോലും വിജയത്തിലേക്ക് എത്തുവാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. മാത്രമല്ല, ഒത്തിരി നിരാശയോടും സങ്കടത്തോടുമൊക്കെ ഈ ജീവിതം നമ്മൾ അവസാനിപ്പിക്കേണ്ടതായി വരും. പക്ഷെ സാധ്യതകളെ തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് തരുന്ന അവസരങ്ങൾക്ക് യാതൊരു അതിരുമുണ്ടായിരിക്കില്ല എന്നുകൂടെ നാം അറിയുന്നു. പക്ഷിശാസ്ത്രജ്ഞന്മാർ പക്ഷികളെ നിരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറക്കുന്നതിനെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട രീതികൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷികളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് അവർ പറക്കുന്ന രീതികളെ അവരിങ്ങനെയാണ് വിശദീകരിച്ചത്. ഒരു വിഭാഗം പക്ഷികൾ അവരുടെ ചിറകുകൾ കൊണ്ട് വീശി വീശി അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പാഞ്ഞു പോകുന്ന പക്ഷികൾ. പക്ഷേ കാറ്റിനെ എതിർത്തും അവർക്ക് മുൻപിലുള്ള സാഹചര്യങ്ങളെ മറികടന്നുമൊക്കെ വളരെ ആയാസപൂർവമാണ് ആ പക്ഷികളൊക്കെ പറക്കാറുള്ളത്. അതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നിട്ടും അവരുടെ ചിറകുകൾ വീശി വിടർത്തി അവർ പറന്ന് പോകുന്നതായി നമുക്കറിയാം. രണ്ടാമത്തെ രീതി ഗ്ലൈഡിംഗ് എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് പക്ഷികളും ആകാശത്തേക്ക് പറന്നുയർന്നു കഴിഞ്ഞാൽ ഊർജം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് അവരിങ്ങനെ വായുവിലൂടെ നീന്തിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നാം. ചിറകുകൾ അടിക്കാതെ ആ പക്ഷികൾ വായുവിലൂടെ തെന്നി നീങ്ങുന്നത് രണ്ടാമത്തെ രീതിയാണ്. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അധിക ദൂരം ആ പക്ഷികൾക്ക് അങ്ങനെ തെന്നി നീങ്ങാനാവില്ല എന്നതാണ്. കുറെ കഴിയുമ്പോൾ അവരുടെ ചിറകുകൾ വിടർത്തി തീർച്ചയായും അവർക്ക് പറക്കേണ്ടതായി വരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട രീതി വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അത് പരുന്തോ കഴുകനോ പോലെയുള്ള പക്ഷികൾ അവലംബിക്കുന്ന മാർഗമാണ്. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശക്തമായ ചൂടുകാറ്റ് മുകളിലേക്ക് ഉയരുമ്പോൾ ആ സാധ്യതകളെ മുതലാക്കിക്കൊണ്ട് പരുന്തോ കഴുകനോ പോലെയുള്ള പക്ഷികൾ അവരുടെ ചിറകുകൾ ഒട്ടുമനക്കാതെ വായുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു രീതി. എത്ര നേരം വേണമെങ്കിലും വായുവിൽ അങ്ങനെ ഉയർന്നു നിൽക്കുവാൻ ആ പക്ഷികൾക്ക് കഴിയും. അവർക്ക് ഊർജം നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശക്തമായ ചൂടുകാറ്റ് ആ പക്ഷികളെ ഉയർത്തി നിർത്തുന്നു. ആ സാധ്യതകളെ ഉപയോഗിപ്പാൻ അവർക്ക് നല്ലതുപോലെ അറിയാം. ഉന്നതമായ നേട്ടങ്ങൾക്ക് നമ്മുടെ മുൻപിലുള്ള സാധ്യതകളെ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമെന്ന് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ നന്നായി തന്നെ നമ്മുടെ മുൻപിലുള്ള സാധ്യതകളെ ഉപയോഗിപ്പാൻ ആരംഭിച്ചാൽ നാം ഒരിക്കലും പരാജയപ്പെടുവാനിടയാവില്ല. നമുക്കെല്ലാം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സാധ്യതകളുണ്ട്. ആ നല്ല സാധ്യതകളെ നാം ഒരിക്കലും നിസ്സാരമായി കാണരുത്. അവയെ നമ്മൾ തിരിച്ചറിയണം. അവയെ തിരിച്ചറിയുക മാത്രമല്ല, പ്രയോജനപ്പെടുത്താൻ പഠിക്കണം. ഏതൊരവസരത്തിലും ഏതൊരു സ്ഥലത്തും നമ്മുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞാൽ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ മനസ്സ് വച്ചാൽ വിജയത്തിൻ്റെ ശ്രേഷ്ഠമായ ചവിട്ടുപടികളൊക്കെ കയറിപ്പോകുവാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നിങ്ങളും ഞാനുമൊക്കെ നമ്മെ സഹായിപ്പാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ
എവിടെയും എത്തിയില്ല എന്ന് പറയുന്നവരൊക്കെയാകാം. പക്ഷെ അങ്ങനെയല്ല. നമുക്കെല്ലാ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയണം. ധൈര്യത്തോടെ നമ്മുടെ കാലുകൾ എടുത്തു വെച്ച് ഉന്നതികളെ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു ജീവിതത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴുകനെ പോലെ, പരുന്തിനെ പോലെ ഉന്നതകളിലേക്ക് പറന്നുയരുവാൻ, വായുവിൽ നീന്തി തുടിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയും. അത് നമുക്കെല്ലാവർക്കും നേടിയെടുക്കുവാൻ, ഉന്നതമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.